ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 8 ശ്ലോക 1. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹി ആദിമേ ലബ്ധജന്മാം ബ്രഹ്മാ ഭൂയഃ ത്വത്ത ഏവ ആപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപോപമാനാം. ഏവം ഇപ്രകാരം, താവത് സാക്ഷാൽ ഭഗവാൻ വിഷ്ണു, പ്രാകൃത മഹാപ്രളയ സമയം, പ്രക്ഷയാന്തേ ആ അവസാന സമയത്ത്, ഭ്രാമേ ആ ഭ്രാമകൽപ യോഗത്തിൽ, കൽപ്പേ കൽപ്പാന്തത്തിൽ, ഹി തന്നെ, ആദിമേ ആദ്യത്തേത്, ലബ്ധജന്മ ബ്രഹ്മജന്മം, ബ്രഹ്മ സാക്ഷാൽ ബ്രഹ്മാവ്, ഭൂയഃ വീണ്ടും, ത്വത്തഃ ഭഗവാനിൽ, ഏവ എല്ലാം, ആപ്യ ലഭിച്ച, വേദാൻ വേദങ്ങൾ, സൃഷ്ടിം സൃഷ്ടികർമ്മങ്ങൾ, ചക്രേ ചെയ്ത, പൂർവ പണ്ട് കാലത്തെ, കൽപാപമാനം കൽപ്പത്തെ പോലെ. ഇവിടെ ഈ ദശകത്തിൽ പ്രളയ വർണ്ണനത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇപ്രകാരം ഭഗവാൻ ഒരു മഹാപ്രളയത്തിന്റെ അവസാനം, ആ ബ്രാഹ്മകൽപ്പത്തിൽ തന്നെ ആദ്യത്തെ ബ്രഹ്മജന്മമായ ബ്രഹ്മാവ് വീണ്ടും ഭഗവാനിൽ നിന്നും എല്ലാ വിധത്തിലുള്ള വേദങ്ങളെ ലഭിച്ചത് കൊണ്ട് സൃഷ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി പണ്ടുള്ള കൽപ്പത്തിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഈ കൽപ്പത്തിലും ആരംഭിക്കുമ്പോൾ സൃഷ്ടികർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഭഗവാൻ ബ്രഹ്മാവിന് കൊടുത്ത ആ വേദങ്ങൾ കൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുന്നു. അതിനാൽ ഈ സൃഷ്ടിയുടെ ഏതൊരു കാര്യത്തെയും നിയന്ത്രിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവിന്റെ ആജ്ഞപ്രകാരമാണ് ഭഗവാൻ ബ്രഹ്മാവിലൂടെ സൃഷ്ടികർമ്മങ്ങൾ തുടങ്ങുന്നത്. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹ്യാദിമേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപോപമാനാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ.